പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. എബ്രായ ലേഖനം 2-ാം അധ്യായം 6-7 വാക്യങ്ങൾ. എന്നാൽ മനുഷ്യനെ നീ ഓർക്കേണ്ടതിന് അവൻ എന്ത്? മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവൻ എന്തുമാത്രം? നീ അവനെ ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു. നിന്റെ കൈകളുടെ പ്രവൃത്തികൾക്ക് അവനെ അധിപതിയാക്കി. ഹല്ലേലൂയ. ഇന്ന് പ്രഭാതത്തിലും ഹല്ലേലൂയ നമ്മെ വാഴുവാൻ ആക്കിയിരിക്കുന്ന ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. യഹോവ വാഴുന്നു എന്ന് തിരുവചനം പറയുമ്പോൾ അതേ വാഴ്ച അവൻ തൻ്റെ മക്കളായ നമുക്കും തന്നിരിക്കുന്നു. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ 8-ാം സങ്കീർത്തനത്തിൽ ദൈവത്തോടും ചോദിക്കുന്നു, ദൈവമേ ഹല്ലേലൂയ, നീ ഞങ്ങളെ ഈ ഭൂമിയിൽ വാഴുവാൻ ഹല്ലേലൂയ അതിനുവേണ്ടി ഞങ്ങളെ തിരഞ്ഞെടുക്കുവാൻ ഞങ്ങൾക്ക് എന്താ യോഗ്യതയുള്ളത്? നീ മനുഷ്യനെ ഓർക്കുവാൻ, മനുഷ്യനെ ഗണ്യമാക്കാൻ അവൻ എന്താ ഉള്ളത്? ഇയ്യോബിൻ്റെ പുസ്തകം 7-ാം അധ്യായം 17-ാം വാക്യത്തിൽ ഇയ്യോബ് ദൈവത്തോടും അതേ ചോദ്യം ചോദിക്കുന്നു. കർത്താവേ, നീ മർത്യനെ ഗണ്യമാക്കേണ്ടതിനും അവൻ്റെ മേൽ ദൃഷ്ടി വെക്കേണ്ടതിനും അവനെ രാവിലെ തോറും സന്ദർശിച്ച് മാത്രതോറും പരീക്ഷിക്കേണ്ടതിനും അവൻ എന്തുള്ളൂ? മനുഷ്യനെ നീ ശ്രദ്ധിക്കുവാൻ, മനുഷ്യനെ നീ ഉപയോഗിക്കുവാൻ, മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇടപെടുവാൻ ഹല്ലേലൂയ കർത്താവേ അവരെന്തുള്ളൂ എന്ന് ദൈവത്തോട് ചോദിക്കുന്നു. ഒരു യോഗ്യതയുമില്ലാത്ത മനുഷ്യരെ കർത്താവ് തിരഞ്ഞെടുത്തിട്ട് തൻ്റെ വേല ഏൽപ്പിച്ചു. സകലത്തിൻ്റെ അധികാരിയായ ദൈവം തൻ്റെ മക്കളെ വിളിച്ച് വേർതിരിച്ചപ്പോൾ ഈ ഭൂമിയിലും സകലത്തിൻ്റെ മേൽ വാഴുവാൻ അവൻ അധികാരം കൊടുത്തു. പ്രിയരെ, ഈ പകൽക്കാലം നാം അതൊന്ന് ഓർക്കുമ്പോൾ തന്നെ ദൈവത്തെ സ്തുതിക്കാതിരിക്കാൻ നമുക്ക് പറ്റത്തില്ല. ഒരു യോഗ്യതയില്ലാത്ത സ്ഥാനത്ത് നമ്മെ തിരഞ്ഞെടുക്കുക മാത്രമല്ല, നമുക്ക് സകലത്തിൻ്റെ മേലും അവൻ അധികാരം തന്നു. സകലത്തിൻ്റെ മേൽ വാഴുവാൻ ദൈവം നമ്മെ ആക്കി. ഹല്ലേലൂയ. ദൈവം ഹല്ലേലൂയ നമ്മെ അങ്ങനെ ആക്കിയത് ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം, ദൈവത്തിന് നന്ദി പറയാം. പ്രിയരെ, ഈ ഭൂമിയിൽ ഇഴഞ്ഞു നടക്കുന്ന പാമ്പിനെ പോലെയല്ല, വാഴുന്ന ദൈവമക്കളെ പോലെ ജീവിപ്പാൻ അത്രേ ദൈവത്തിന് നമ്മെക്കുറിച്ച് പദ്ധതി. ഹല്ലേലൂയ. ദൈവം ആരെ ഈ വേല ഏൽപ്പിക്കും? ഹല്ലേലൂയ. വേദപുസ്തകത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, കർത്താവ് നമ്മളെ രാജാക്കന്മാരും പുരോഹിതന്മാരും ആക്കി വച്ചിരിക്കുന്നു. ഹല്ലേലൂയ. നാം തിരുവചനം വായിക്കുമ്പോൾ ദൈവം ഈ പദവി കൊടുത്ത മനുഷ്യരെക്കുറിച്ച് കാണാൻ സാധിക്കും. ഒന്നാമതായി മത്തായി സുവിശേഷം 19-ാം അധ്യായം 28-ാം വാക്യത്തിൽ തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, കർത്താവിനെ അനുഗമിക്കുന്നവരെ ഈ ഭൂമിയിൽ വാഴുവാൻ, ഈ ഭൂമിയെ ന്യായം വിധിക്കാൻ ദൈവം അധികാരം കൊടുത്തു. യേശു അവരോട് പറഞ്ഞത്, എന്നെ അനുഗമിച്ചിരിക്കുന്ന നിങ്ങൾ പുനർജനനത്തിൽ മനുഷ്യപുത്രൻ തൻ്റെ മഹത്വത്തിൻ്റെ സിംഹാസനത്തിലിരിക്കുമ്പോൾ നിങ്ങളും 12 സിംഹാസനത്തിലിരുന്ന് ഇസ്രായേൽ ഗോത്രം 12-നും ന്യായം വിധിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. പത്രോസ് ചോദിച്ച ഒരു ചോദ്യത്തിൻ്റെ മറുപടിയാണ്. പത്രോസ് ചോദിച്ചു, കർത്താവേ, ഞങ്ങൾ സകലവും വിട്ട് നിന്നെ അനുഗമിച്ചു. ഹല്ലേലൂയ. സകലവും വിട്ട് നിന്നെ അനുഗമിച്ചപ്പോൾ ഞങ്ങൾക്ക് എന്ത് ലഭിക്കും? ഞങ്ങൾക്ക് എന്ത് ബെനിഫിറ്റ് ഉണ്ടാകും എന്ന് ചോദിച്ചപ്പോൾ ദൈവം അവർക്ക് കൊടുത്ത മറുപടി എത്രേ. ഹല്ലേലൂയ. എന്നെ അനുഗമിക്കുന്ന നിങ്ങൾ സകലവും വിട്ട് എൻ്റെ പിന്നാലെ നിങ്ങൾ വന്നെങ്കിൽ അത് വെറുതെയായി പോകത്തില്ല, നിങ്ങൾ ഈ ഭൂമിയിൽ വാഴും. പ്രിയരെ, ജീവിതത്തിൽ ഹല്ലേലൂയ നാം ദൈവത്തിന് മുൻതൂക്കം കൊടുത്ത് നാം കർത്താവിൻ്റെ പിന്നാലെ ഇറങ്ങിത്തിരിച്ചാൽ കർത്താവിൻ്റെ പിന്നാലെ പോയ ഒരുവനും ഹല്ലേലൂയ ലജ്ജിച്ചു പോകാൻ ദൈവം അനുവദിച്ചിട്ടില്ല. ഇതാ രണ്ടാമതായി തിരുവചനത്തിൽ നാം വായിക്കുന്നു, ഏൽപ്പിച്ച വേലകൾ വിശ്വസ്തയോടെ ചെയ്യുന്നവരെ ദൈവം വാഴുവാൻ നിയമിച്ചിരിക്കുന്നു. ദൈവം ഏത് വേലയാണോ ഏൽപ്പിച്ചത് ആ വേല നിങ്ങൾ വിശ്വസ്തയോടെ ചെയ്യുമെങ്കിൽ നിശ്ചയമായി കർത്താവ് നിങ്ങളെ മാനിക്കും. മത്തായി സുവിശേഷം 25-ാം അധ്യായം 21-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, അല്പകാര്യങ്ങളിൽ വിശ്വസ്തനെ ദൈവം അധിക കാര്യങ്ങളിൽ ഏൽപ്പിക്കും. ലൂക്കോസ് 19:17 നാം ഇങ്ങനെ വായിക്കുന്നു, നല്ല ദാസനെ, നീ അത്യല്പത്തിൽ വിശ്വസ്തനായതുകൊണ്ട് 10 പട്ടണത്തിന് അധികാരമുള്ളവൻ ആയിരിക്കുക. ദൈവമേൽപ്പിച്ച താലന്തായിക്കോട്ടെ, ദൈവമേൽപ്പിച്ച ഹല്ലേലൂയ പട്ടണങ്ങളായിക്കോട്ടെ, നാം എന്തും വിശ്വസ്തയോടെ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ ദൈവം നമ്മെ അധിക വേല ഏൽപ്പിക്കും. ഹല്ലേലൂയ. മൂന്നാമതായി ഹല്ലേലൂയ നാം വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം 10-ാം വാക്യത്തിൽ വായിക്കുന്നു, ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതന്മാരുമാക്കി വെച്ചു. ആരെ ആക്കി വെച്ചു?
കർത്താവിൻ്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരെ, കുഞ്ഞാടിൻ്റെ രക്തത്താൽ സകല ഭാഷയിൽ നിന്നും സകല ഗോത്രത്തിൽ നിന്നും സകല ദേശത്തിൽ നിന്നും കർത്താവിന് വേണ്ടി വിലയ്ക്ക് വാങ്ങപ്പെട്ട ദൈവപൈതലെ, നിങ്ങളെ അവൻ ആക്കി വെച്ചിരിക്കുക ഈ ഭൂമിയിൽ വാഴുവാൻ. നമുക്ക് കർത്താവ് ഒരു വില കൊടുത്തിട്ടുണ്ട്. തൻ്റെ ചങ്കിലെ ചോര കൊണ്ട് നമ്മെ വീണ്ടെടുത്തപ്പോൾ, നമ്മെ വിലയ്ക്ക് വാങ്ങിയപ്പോൾ, നമ്മെ വിലയ്ക്ക് വാങ്ങിയത് ചുമ്മാതെ ഹല്ലേലൂയ വിലയ്ക്ക് വാങ്ങിയതല്ല, അവൻ്റെ ഒരു ഉദ്ദേശത്തിന് വേണ്ടി അത്രേ. ഈ ഭൂമിയിൽ വാഴുവാൻ, ഈ ഭൂമിയിൽ സകലത്തിൻ്റെ മേലും രാജാക്കന്മാരും പുരോഹിതന്മാരുമായി വാഴുവാൻ ദൈവത്തിന് നമ്മെക്കുറിച്ച് പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. നാലാമതായി ഹല്ലേലൂയ വെളിപ്പാട് പുസ്തകം ഹല്ലേലൂയ 20-ാം അധ്യായം നാം വായിക്കുമ്പോൾ വീണ്ടും കാണുന്നു, ജീവൻ്റെ പുസ്തകത്തിൽ പേരുള്ളവരെ ദൈവം ഹല്ലേലൂയ രാജാക്കന്മാരായി കർത്താവിനോട് കൂടെ വാഴുവാൻ വിളിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. 1-ാം പുനരുദ്ധാനത്തിൽ എടുക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ. ഹല്ലേലൂയ. വെളിപ്പാട് 20:6 നാം വായിക്കുന്നു, അവരുടെ മേൽ 2-ാം മരണത്തിന് ഇനി അധികാരമില്ല. അവർ ക്രിസ്തുവിനും ദൈവത്തിനും പുരോഹിതന്മാരായി ക്രിസ്തുവിനോട് കൂടെ 1000 ആണ്ട് വാഴും. പ്രിയരെ, ഇന്ന് പകൽക്കാലം നാം ചിന്തിച്ചത് ദൈവത്തോട് കൂടെ വാഴുവാനുള്ള വിളി എത്രേ. അത് ഈ ഭൂമിയിൽ യോഗ്യതയില്ലാത്ത നമ്മെ തിരഞ്ഞെടുത്തപ്പോൾ സങ്കീർത്തനക്കാരനോട് ചേർന്ന് നമുക്കും ചോദിക്കാം, കർത്താവേ, നീ എന്നെ തിരഞ്ഞെടുക്കാൻ എനിക്കെന്താ യോഗ്യതയുള്ളത്? എനിക്കെന്താ യോഗ്യതയുള്ളത്? ഹല്ലേലൂയ. കർത്താവ് കണ്ട 4 യോഗ്യതകൾ നാം ചിന്തിച്ചു. 1, കർത്താവിനെ അനുഗമിക്കുക, കർത്താവിൻ്റെ പിന്നാലെ പോവുക. 2, കർത്താവ് ഏൽപ്പിച്ച വേലകൾ വിശ്വസ്തയോടുകൂടെ ചെയ്യുക. 3, കർത്താവിൻ്റെ ഹല്ലേലൂയ കൃപയാൽ വിളിക്കപ്പെട്ടവരായി തീരുക, അവൻ്റെ രക്തത്തിൻ്റെ പങ്കാളികളായി തീരുക. 3, ഹല്ലേലൂയ ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെട്ടവരായി തീരുക. അങ്ങനെയെങ്കിൽ നിശ്ചയമായി ദൈവിക വിളിയും ദൈവിക പദ്ധതിയും നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടും. നമ്മുടെ കർത്താവ് വിശ്വസ്തൻ, വാക്കുമാറാത്തവൻ. അവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തയേശുവിൽ ജയോത്സവമാക്കി നടത്തും. ഗോഡ് ബ്ലെസ് യു. ആമീൻ. ആമീൻ.